വാർത്തകളിലേക്ക് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും. നിരോധനം കഴിയുന്നതോടെ ചാകര ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശ മേഖല. കണ്ടെയ്നർ അപകടം വരുത്തിവെച്ച നഷ്ടങ്ങളിൽ നിന്ന് ഇതുവരെയും ബോട്ടുടമകൾക്ക് കരകയറാനായിട്ടില്ല. സ്കൂൾ അവധി സമയം മാറ്റുന്നതിന് മുൻപ് ട്രോളിംഗ് നിരോധന സമയം പുനഃക്രമീകരിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ജൂൺ 10-നാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചത്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടെ ട്രോളിംഗ് നിരോധനം അവസാനിക്കുകയാണ്. വലിയ പ്രതീക്ഷയിലാണ് തീരദേശ മേഖലയുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ശക്തികുളങ്ങര ഹാർബറിലാണ്. ഇവിടെ തന്നെ നമുക്ക് കാണാം നിരവധി ബോട്ടുകളെല്ലാം തന്നെ അവസാനവട്ട അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി വലയും മറ്റുമൊക്കെ പണിയുകയാണ്. അതിനുശേഷം ആ ട്രോളിംഗ് നിരോധനം അവസാനിച്ചു കഴിഞ്ഞാൽ കടലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വലയിൽ നമുക്ക് കാണാം, ആ വലയിലുള്ള അറ്റകുറ്റപ്പണികളെല്ലാം നടത്തുന്നു. ഏകദേശം ഈ ജൂൺ 10 മുതൽ തുടങ്ങിയ ഒരു ദിവസം എന്ന് പറയുന്നത് തീരദേശത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വറുതിയുടെ കാലമായിരുന്നു. അതിനുശേഷം വീണ്ടും കടലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഈ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ശക്തികുളങ്ങര, നീണ്ടകര ഉൾപ്പെടെയുള്ള ഹാർബറുകളിൽ നിന്നും വലിയ രീതിയിലാണ് ബോട്ടുകൾ അർദ്ധരാത്രിയോടുകൂടെ കടലിലേക്ക് പോവുകയും ഉൾക്കടലിൽ പോയി ആ മീൻ പിടിച്ചൊക്കെ മടങ്ങി വരാനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഈ കാണുന്നത്. ഇവിടെ കാണാം നിരവധിയായിട്ടുള്ള, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ ശക്തികുളങ്ങര ഹാർബറിലെ കാഴ്ച ഇതല്ലായിരുന്നു. പക്ഷെ അതൊക്കെ മാറി നിരവധിയായിട്ടുള്ള ആ ബോട്ടുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തി അതിൻ്റെ ചെറിയ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ആ തീരദേശ മേഖലയിൽ ചെറിയ രീതിയിലുള്ള പരമ്പരാഗത വള്ളങ്ങളിലും മറ്റുമൊക്കെ പോയവർ മാത്രമായിരുന്നു ഈ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്നത്. നമുക്ക് കാണാം അവരെല്ലാം തന്നെ ഈ പണികളെല്ലാം അവസാന ഘട്ടത്തിലായിരിക്കുകയാണ്. അപ്പോൾ അർദ്ധരാത്രിയോടുകൂടെ വീണ്ടും കടലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. എന്താണ് ഒരു പ്രതീക്ഷ? എന്ത് പ്രതീക്ഷ? പണി കിട്ടണമെന്ന് പ്രതീക്ഷ. പണി കിട്ടണം. എല്ലാ വർഷവും പറയുന്ന പ്രതീക്ഷ വെച്ചാണ് നമ്മൾ പോകുന്നത്. പ്രതീക്ഷയെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ 37 വർഷമായിട്ട് ട്രോളിംഗ് നിരോധനം തുടങ്ങിയിട്ട് ഈ ട്രോളിംഗ് നിരോധനം ഒന്ന് മാറ്റി സ്ഥാപിക്കാനായിട്ട് ചില മാസങ്ങൾ, അതായത് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞക്ക് മൺസൂൺ കാലത്തെ അവധി കൊടുത്തുകൊണ്ട് വേനൽക്കാലത്ത് പണിക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ പറയുന്നത് മൺസൂൺ കാലത്ത് ഞങ്ങൾ പണിക്ക് വിട്ടുകൊണ്ട് വേനൽക്കാലത്ത് ഞങ്ങൾക്ക് അവധി തരിക എന്ന് പറയുന്നത്. അതായത് ജൂൺ ജൂലൈ മാസം ഞങ്ങളെ പണിക്കുവാൻ വിട്ടുകൊണ്ട് ഞങ്ങൾ നവംബർ ഡിസംബർ ജാനുവരി മാസത്തിലേക്ക് ഞങ്ങൾക്ക് അവധി തന്ന 90 ദിവസത്തേക്ക് അവധി തന്നാലും ഞങ്ങൾക്ക് സമാധാനമാണ്. ഞങ്ങൾക്ക് പോയാൽ എന്തെങ്കിലും കിട്ടും. ഈ ജൂൺ ജൂലൈ മാസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കരിക്കാടി ചെമ്മീൻ കിട്ടിക്കൊണ്ടിരുന്നതും. അത് ട്രോളിംഗ് നിരോധനം വന്നതോടുകൂടി അത് കിട്ടാതായി. സംഗതി ആൾറെഡി മീൻ വരുന്നുണ്ട്, പക്ഷെ നമ്മൾ പിടിക്കാതെ നശിച്ചു പോവുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നമ്മുടെ ഗവൺമെന്റ് ഇതുപോലെ ഉണ്ടാകുന്നത്. സഹായമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു, അതെല്ലാം കൃത്യമായിട്ട് കിട്ടിയോ? കാര്യം റേഷനോ നിങ്ങൾക്ക് ധനസഹായമൊക്കെ തരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത്രയും ലക്ഷങ്ങളുടെ നഷ്ടം വരുമ്പോൾ കണ്ടെയ്നർ വലകളുടെ നഷ്ടം എന്ന് പറയുന്ന ലക്ഷങ്ങളാണ്. അതിനകത്ത് ഇപ്പോൾ 1000 രൂപയും 5 കിലോ അരിയും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രയോജനം ഉണ്ടാകുന്നത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക കേട്ടോ. എങ്ങനെയാ ഒരു വീണ്ടും കടലിലേക്കൊക്കെ പോകാൻ പോവാണ്, ഈ പ്രതീക്ഷയൊക്കെ ഉണ്ടോ? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷയല്ലേ ഉള്ളൂ. നമുക്ക് അതാണ് പറയാൻ പറ്റുമോ? കടലിൽ നിന്ന് കിട്ടിയാൽ നമുക്ക് കിട്ടിയെന്ന് പറയാം, അത്രേ ഉള്ളൂ. പക്ഷെ അതൊന്നും പ്രതീക്ഷയില്ല. വരും കാലങ്ങളിൽ അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഈ മത്സ്യബന്ധന മേഖലയിൽ നിൽക്കുന്ന ആളുകളൊക്കെ അത് തന്നെയാണ്, പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ കണ്ടെയ്നർ ഒരു തിരിച്ചടിയാവും എന്നുള്ളൊരു പേടിയുണ്ടല്ലേ? കണ്ടെയ്നർ വലയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. വടക്കോട്ട് വരിക്കുന്ന എല്ലാവരും തെക്കോട്ടിപ്പം വിഴിഞ്ഞം വരെയും കണ്ടെയ്നറുകൾ കിട്ടിയ സ്ഥിതിക്ക് വല കീറാനും വലിയ നഷ്ടം വരുന്ന സംഭവം സാധ്യതയുണ്ട്. അതിന് ഗവൺമെന്റ് മികച്ചൊരു തീരുമാനം എടുക്കണം. എന്തെങ്കിലും അങ്ങനെ സംഭവിക്കുന്നവർക്ക് നഷ്ടപരിഹാരം എന്തെങ്കിലും കൊടുക്കുന്ന രീതിയിൽ. ലക്ഷങ്ങളായിട്ടുള്ള ആളുകളാണ് ഈ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ. അവർക്കൊക്കെ അവരുടെ ആ പ്രതീക്ഷയ്ക്കൊത്ത് വലിയ രീതിയിലുള്ള ഒരു ചാകര ലഭിക്കട്ടെ. എന്തായാലും ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിലേക്ക് പോകുമ്പോൾ ഈ കണക്കുകൂട്ടലുകളൊന്നും തെറ്റാതെ, വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ മടങ്ങി വരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. ശക്തികുളങ്ങരയിൽ നിന്നും ലിജോ റോളൻസ്, മീഡിയ 1.